അങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് വെച്ച് ഇലക്ഷനെ ബാധിക്കുമെന്നൊന്നും വാസവൻ കരുതേണ്ടതില്ല. അത് ശ്രീനിവാസന്റെ തലയിൽ തന്നെ വെച്ച് കിട്ടാനുള്ള വഴി ഞങ്ങൾ ഒരുക്കി തരാം. അത് സത്യത്തിൽ ഇലക്ഷനെ സഹായിക്കുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് വാസവ ജയിച്ചു എന്ന അനൗൺസ്മെന്റ് വരുന്നതിന്റെ പിറ്റേന്ന് വരുണും ദീപ്തിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് നമ്മൾ ഗ്രാൻഡ് ആയിട്ട് നടത്തി. ഇപ്പൊ എന്ത് പറയുന്നു? ഇത്രയും വലിയൊരു ഓഫർ വാസവന് സ്വപ്നത്തിൽ പോലും കിട്ടാൻ പോകുന്നില്ല. ശരിയല്ലേ? എന്ത് പറയുന്നു? എനിക്കൊന്ന് ആലോചിക്കണം. ആയിക്കോട്ടെ, പക്ഷെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടന്നാൽ വാസവന്റെ കാലം തെളിയാൻ പോവാണെന്ന് തന്നെ കൂട്ടിക്കും. ബിസിനസ്സും രാഷ്ട്രീയവും നല്ല ബെസ്റ്റ് കോംബോയാ. വെറുതെ മിസ്സാക്കരുത്. എന്നാ വാസം പോയിട്ട് വാ, നമുക്ക് നാളെ കാണാം. അതുവരെ നന്നായിട്ട് ആലോചിക്കുക. തീരുമാനം പോസിറ്റീവ് ആയിരിക്കുമെന്ന് നമ്മൾ കരുതും. അങ്ങനെയെങ്കിൽ ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള ആദ്യ ഗഡു നാളെ നമ്മൾ കൈമാറുന്നു. പോരെ? എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. ഇപ്പൊ അയാളുടെ വീടില്ലേ? എപ്പ വീണെന്ന് ചോദിച്ചാ പോരെ? വേദാളം വന്നായിരുന്നു. ഇന്നൊരു വാർത്ത കണ്ടു. ശരിയാണോ? തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീനിവാസനാണോ? ഓ, അതറിഞ്ഞല്ലേ? ഒരു വർഷം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സാറ് മത്സരിക്കേണ്ടതായിരുന്നു. അവസാന നിമിഷം മാറിപ്പോയി. ഇത്തവണ സാർ ജയിക്കും, അത് ഉറപ്പാ. അതിനാണോ ഇലക്ഷൻ പ്രചരണത്തിന്റെ ചാർജ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത്? നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചോദിച്ചു പോവാ, അയാള് വലിക്കുന്ന ചരടിനനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് ചലിക്കാൻ വയ്യല്ലേ? വേദ, പാർട്ടിക്കാരെല്ലാം കൂടി നിങ്ങൾ എന്നാ പാർട്ടിക്കാരനായത്? എന്തിനാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലേബൽ? കൂടെ നടക്കുന്ന ഗുണ്ട എന്ന ലേബൽ മറയ്ക്കാനാണോ? എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ആളുകൾക്ക് അത് മനസ്സിലാവില്ലെന്നാണോ കരുതിയത്? ജനങ്ങളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും പറ്റിച്ചും എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറിപ്പറ്റിയ നാട്ടിൽ അയാൾ നടത്തുന്ന പണികൾ തുടർന്നു കൊണ്ടുപോകാൻ ഒരാൾ വേണം. ആ ആൾക്കൊരു രാഷ്ട്രീയക്കാരന്റെ പ്രതിച്ഛായ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. അതിനല്ലേ നിങ്ങൾക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ പാർട്ടി സ്ഥാനം? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നേതൃത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അയാൾക്ക് ശേഷം അയാൾക്ക് വേണ്ടി നിങ്ങളായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതോടെ ശ്രീനിവാസന്റെ അധോലോകത്തിന്റെ നിയന്ത്രണം മുഴുവൻ വിക്രം സുധാകരന്റെ ചുമതലയിലാവും. അയാൾ ജനസേവകന്റെ കുപ്പായം വിട്ട് ചിരിയോടെ നിൽക്കുമ്പോ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അയാളേക്കാൾ വലിയ മറ്റൊരു തെമ്മാടി അല്ലേ? പണ്ട് പിള്ളസാർ എന്ന നേതാവിന്റെ കീഴിൽ നിന്ന് ശ്രീനിവാസൻ ഗുണ്ടായിസം വളർത്തിയതുപോലെ ശ്രീനിവാസന്റെ കീഴിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാം. മറ്റൊരു വിക്രമിനെ വളർത്തിയെടുക്കാം അല്ലെ? പക്ഷേ അതിന് ഈ രാജ്യത്തെ നിയമം അനുവദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല. ശ്രീനിവാസന്റെ ക്ലച്ചസിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു മോചനവും ഇല്ല. അയാളുടെ വേട്ടപ്പട്ടിയായി ജീവിതം അവസാനിപ്പിക്കാനാ നിങ്ങളുടെ വിധി. അത് കണ്ട് സങ്കടപ്പെടാനാ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ യോഗവും. ഈ വഴക്ക് മൂർച്ഛിക്കാണല്ലോ അമ്മ. വിക്രം പോയി വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ നിൽക്കും തോന്നില്ല. വേദിയുടെ ഉള്ളിൽ എന്തോ കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്. ആ കുട്ടിയാണെങ്കിൽ അത് ആരോടും പറയുന്നുമില്ല. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പതിവില്ലാതെ മുഷിഞ്ഞ സംസാരിച്ച്. മോളെ, ഞാനും ശ്രീജയും കൂടി പാക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ മോളുടെ വിക്രമിന്റെ സംസാരം കേട്ടു. കുറച്ചു ദിവസമായി മോൾ അത്ര സന്തോഷത്തിലല്ലെന്ന് എനിക്കറിയാം. മാഷെ കുറിച്ചൊന്നും അറിയാത്തോണ്ടാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നേ. പക്ഷേ മാഷ് വന്നിട്ട് മോളുടെ സങ്കടം മാറിയിട്ടില്ലെന്ന് മനസ്സിലായി. എന്താ മോൾ ഉള്ളിക്കൊണ്ട് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പറയാവുന്നതാണെങ്കിൽ അത് നമുക്ക് അമ്മയോട് പറഞ്ഞൂടെ? വിക്രമിന്റെ കാര്യമാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം. കാര്യമില്ലമ്മ, ഇത്രയും കൊല്ലമായിട്ട് നിങ്ങളൊക്കെ ശ്രമിച്ചതല്ലേ. കുറച്ചുകാലം ശരിയാവൂന്ന് ഞാനും വിചാരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ മോളെ. അവനെ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത് മോളല്ലേ. അതുകൊണ്ടാണ് ഇനി ആ പ്രതീക്ഷ വേണ്ടെന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് മോളുടെ പ്രശ്നം മനസ്സിലാവും. മറ്റെന്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലും അവനത് അനുസരിക്കും. പക്ഷേ ശ്രീനിവാസന്റെ കാര്യത്തില് അതങ്ങനെ അല്ലാതായിപ്പോയി. അത് അമ്മയ്ക്ക് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നതിൽ എന്താ ഉള്ളത്? അങ്ങനെയല്ല മോളെ. ലോകം മുഴുവൻ അവനെ തെറ്റുകാരനായി കണ്ടാലും മാഷ് അവനെ അങ്ങനെ കാണില്ലാതൊരു തോന്നൽ അവനുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അവനത് വലിയ ആഘാതമായിരുന്നു. തന്നെ വിശ്വസിക്കാത്ത അച്ഛനോട് സത്യം തുറന്നു പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് അവന് തോന്നി. ആ സമയത്താ ശ്രീനിവാസൻ അവന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒരിക്കൽ അവനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവനെ ശ്രീനിവാസനാ ചേർത്ത് പിടിച്ചെന്ന്. അത് സ്നേഹം കൊണ്ടാണെന്നാണോ അമ്മ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. വിക്രത്തോട് നേരിട്ട് സംസാരിക്കാതിരുന്ന കാലത്തും അവനെ പ്രതി അവന്റെ അച്ഛൻ ദുഃഖിക്കുന്നത് എനിക്കറിയാം. ഒരിക്കലും ശ്രീനിവാസന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെനിക്കറിയാം മോളെ. പക്ഷേ ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു ബന്ധം അയാൾ വിക്രവുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ മലയ്ക്ക് പോയി വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മാല ഇട്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചൊരു വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ച ഇപ്പൊ നമുക്ക് നടക്കാൻ പോകുന്ന അയ്യപ്പൻ വിളക്കിനെയും അവൻ മലയ്ക്ക് പോകുന്നതിനെയും പറ്റി മാത്രം സംസാരിക്കാം മോളെ. ശരണം വിളി മുഴങ്ങേണ്ട വീടാ. അതിനു പകരം വഴക്കം വെക്കാനും ഉണ്ടാവരുത്. ഇല്ലമ്മ, ഞാനായിട്ട് ഇനി ഒരു വഴക്കിന് നിൽക്കുന്നില്ല. അത് മതി. പിന്നെ ഒരു കാര്യം കൂടി മോളോട് ചോദിക്കാനുണ്ടായിരുന്നു. അയ്യപ്പൻ വിളക്കിന് മോളുടെ വീട്ടുകാരെ കൂടി വിളിക്കണ്ടേ? സാധാരണ ഇവിടങ്ങളിൽ പതിവില്ലാത്തൊരു നേർച്ചയായത്. അത് നടക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഇഷ്ടക്കേട് പാടില്ല. വേണ്ടമ്മേ, അവിടെ നിന്ന് ആരും വരാൻ പോകുന്നില്ല. എന്നാലും നമ്മുടെ ഒരു മര്യാദയല്ലേ മോളെ. ഞാൻ എന്തായാലും പത്മത്തെ വിളിച്ചു പറയാൻ പോവാ. വരികയാണെങ്കിൽ വരട്ടെ. അമ്മയുടെ ഇഷ്ടം. ശങ്കരേട്ടാ, കമല വിളിച്ചിരുന്നു. എന്തിന്? അവിടെ അയ്യപ്പൻ വിളക്കാണത്രേ. എന്ത്? അവരുടെ ഒരു വഴിപാടാണത്രേ. അമ്പലം കെട്ടി അയ്യപ്പൻ വിളക്ക് നടത്തിയാണ് വിക്രത്തെ ശബരിമലയിലേക്ക് അയക്കുന്നതെന്ന്. അയ്യപ്പൻ അനുഗ്രഹിച്ച് അവൻ നന്നാവൂന്ന് ഉറപ്പിച്ചിട്ടാവും അല്ലേ? ഏതായാലും ഒരു നല്ല കാര്യമല്ലേ. ചിലപ്പോ ഇതിലൂടെയൊക്കെ ആവും മനുഷ്യരുടെ ബുദ്ധി തെളിയുന്നത്. നമുക്കൊന്നും പറയാനൊക്കില്ല. ആ കാര്യത്തില്
അമ്മക്ക് യാതൊരു സംശയവും വേണ്ട. ശബരിമലയിലല്ല, സാക്ഷാൽ കൈലാസത്തിൽ പോയി വന്നാലും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അമ്മ കണ്ടോ? വിളക്ക് നടത്തുന്നു എന്ന് പറയാനാണോ കമല വിളിച്ചത്? അത് പറഞ്ഞോളൂ. വരാൻ കഴിയുമെന്ന് ചോദിച്ചു. എവിടേക്ക്? ആ വീട്ടിലേക്ക്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? എന്താ പത്മം പറഞ്ഞത്? ശങ്കരേട്ടനോട് ചോദിക്കണമെന്ന്. അങ്ങനെയാണോ ചോദിക്കേണ്ടിയിരുന്നത്? വരാൻ പറ്റില്ലെന്ന് തന്നെ പറയായിരുന്നില്ലേ? അതങ്ങനെ മോളുടെ കൂടി നന്മയ്ക്ക് വേണ്ടി നടത്തുന്നതല്ലേ. അമ്മയ്ക്ക് എപ്പോഴും പോകണമെന്നായിരിക്കും. പോകുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. അച്ഛാ, ദൈവകാര്യത്തിനായതുകൊണ്ട് നിഷേധിക്കുന്നത് ശരിയുമല്ല. പക്ഷേ ക്ഷണിക്കുന്നത് ദൈവത്തിനും കൂടി നിരക്കുന്ന വിധത്തിലായിരിക്കണമെന്ന് മാത്രം. പത്മത്തിന് മനസ്സിലായോ? നിനക്ക് വേദയോട് തോന്നുന്ന ഇഷ്ടവും കരുതലും അവൾക്ക് നിന്നോടില്ല പത്മം. ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് വിക്രത്തിന്റെ അമ്മയും കൂട്ടി ഇവിടെ വന്ന് നിന്നെ നേരിട്ട് ക്ഷണിച്ചാണ്. ഇങ്ങനെയുള്ള വിളക്കും ചടങ്ങുകളും വല്ലപ്പോഴും മാത്രം ഒരു വീട്ടിൽ നടക്കുന്ന ഇവിടെ വന്ന് വിളിച്ച നമ്മൾ എന്തേലും പറഞ്ഞാലോന്ന് കരുതിയിട്ടാവും. എന്ന് കരുതി വേദയും വിക്രമും ഇങ്ങോട്ട് വരാത്തവരൊന്നുമല്ലല്ലോ. ദീപ്തിയുടെ വിഷയത്തിൽ നീ നിരാഹാരം കിടന്നപ്പോ അവളും വിക്രമും വന്നു പോയതല്ലേ. അപ്പൊ വരാമെങ്കിൽ ഇത് പറയാനും അവർക്ക് വരാമായിരുന്നു. അപ്പോ അതിന്റെ ആവശ്യമില്ലാന്ന് അവര് കരുതി കാണും. അത്രയ്ക്ക് ആവേശമേ തിരിച്ചും കാണിക്കേണ്ടു. മനസ്സിലായല്ലോ? എന്നാ പൊയ്ക്കോളൂ, എനിക്കിതിരി പണിയുണ്ട്. ഇത് പുരട്ടിക്കോളൂ മാഷേ. എന്തായത്? ഇത്തിരി രാസ്നാദി നാരങ്ങാനീരിൽ ചാലിച്ചതാ. നെറ്റിയിലോട്ടിടാം. തലവേദനയ്ക്ക് നല്ലതാ. മാഷേ, വേദയും വിക്രം തമ്മില് എന്തോ പ്രശ്നമുണ്ട്. അവർ തമ്മിൽ എന്താ പ്രശ്നമില്ലാത്തത്? അത് അങ്ങനെ ഒരു ബന്ധമല്ലേ? അത് അവർ തമ്മിൽ തീർത്തോളൂ. ഇതങ്ങനെയല്ല മാഷേ. 2 ദിവസമായിട്ട് വേദയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. ആ കുട്ടി അത് ആരോടും പറയുന്നുമില്ല. ശ്രീജ എന്താ കാര്യം അറിയാൻ വേണ്ടി സംസാരിക്കാൻ ചെന്നതാ. അപ്പോ വേദ അത്ര സുഖത്തിലല്ലാത്ര മറുപടി പറഞ്ഞത്. സാധാരണ ശ്രീജയോട് അങ്ങനെയൊന്നും സംസാരിക്കാത്തതാ. മാഷ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. മാഷെ കാണാത്തോണ്ടുള്ള സങ്കടമാണെന്നാ ഞാൻ കരുതിയേ. അപ്പോഴും മാഷ് ഉടനെ തിരിച്ചു വരുമെന്ന് എന്നെ ആശ്വസിപ്പിച്ചത് ആ കുട്ടിയാ. പക്ഷേ മാഷ് വന്നിട്ടും വിക്രമിനോടുള്ള വേദയുടെ പെരുമാറ്റത്തിന് ഒരു മാറ്റവും ഇല്ല. വിക്രം ആ ശ്രീനിവാസന്റെ ലക്ഷ്യം വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞ് ഇന്ന് വഴക്കിട്ടു. ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴും ആ കുട്ടി സങ്കടത്തിൽ തന്നെയാ. ഇത്രയൊക്കെ ആയിട്ടും വിക്രം ശ്രീനിവാസനെ വിട്ട് പോരാത്തതിലുള്ള പ്രശ്നമായിരിക്കും. മാഷ് അവനോടും വേദയോടും ഒന്ന് സംസാരിക്കോ? പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോ മാഷ് പറഞ്ഞ അവൻ കേൾക്കും. അവനും ആ കുട്ടിക്കും ഇടയിലുള്ള പ്രശ്നം ആ ശ്രീനിവാസനാണെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ? എന്തൊക്കെ കമ്മിറ്റ്മെന്റുകളാണ് അവൻ ശ്രീനിവാസനായിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. അത് ആദ്യം അറിയണം. പക്ഷെ അതൊന്നും ചോദിക്കാനും പറയാനും പറ്റിയ സമയം ഇതല്ല. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അവൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. സംസാരിച്ചു വരുമ്പോ പല കാര്യങ്ങളും വിഷയമാവും. വ്രതനിഷ്ഠയിൽ കഴിയുമ്പോ അത് വേണ്ട. അവൻ പോയിട്ട് വരട്ടെ. മതി മാഷെ, അത് മതി. ഇങ്ങനെ ഇരിക്കണ്ട. മാഷ് കിടന്നോളൂ. വേദ, നീ ഇങ്ങനെ മിണ്ടാതെയും ദേഷ്യപ്പെട്ടും പെരുമാറല്ലേ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്റെ ജീവിതത്തിൽ ശ്രീനി സാർ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാലോ. ഇപ്പോ ശ്രീനി സാറിന്റെ ജീവിതത്തിലെ ഒരു ക്രൂഷ്യൽ ഘട്ടമാണ്. ഈ സമയത്ത് എനിക്ക് തിരിച്ച് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാൻ കഴിയാത്തോണ്ടല്ലേ വേദ. ഈ ഇലക്ഷൻ കഴിയുന്നവരെ നീ ഒന്ന് ക്ഷമിക്കേ. വേദ, ഞാൻ പറയുന്നു. വേദ പ്ലീസ്, ഞാൻ പറയുന്നു. മോളത് പോകുന്നുണ്ടോ? പോണോമ്മേ, അത്യാവശ്യമായിട്ട് കുറച്ച് പണി തീർക്കാനുണ്ട്. വിളക്കിനുള്ള ആളുകളൊക്കെ ഇപ്പൊ എത്തും. ഉച്ചയ്ക്കെങ്കിലും വരാൻ നോക്കണേ. ശരി അമ്മേ, വരട്ടെ. അച്ഛൻ വന്നിട്ടുണ്ട്. ആഹാ, അമ്മ എത്തിയോ? ആ അതെ, അച്ഛനുണ്ടായ കാര്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ പറഞ്ഞു പോവരുത്, കേട്ടല്ലോ? ഈ വീട് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയതല്ലേ. ഇന്നിവിടെ ഒരു ആഘോഷം നടക്കാൻ പോവുക. ഒരു കിടിലൻ അയ്യപ്പൻ വിളക്ക്. ഈ മുറ്റത്ത് കുരുത്തോല കെട്ടി അമ്പലം ഉണ്ടാക്കി ഉടുക്ക് കൊട്ടി പാട്ടുപാടി അയ്യപ്പസ്വാമിക്ക് വഴിപാട് നടത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതെ, ഇന്നത്തെ അയ്യപ്പൻ വിളക്ക് ചാനലിൽ ഇടാന്ന് വെച്ചു. മുറ്റത്ത് പണി തീരും മുമ്പ് നല്ലൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഇന്ന് വിളക്കായിട്ട് മോള് പോവാണോ? പോയിട്ട് വേഗം വരും അച്ഛമ്മ. ഉച്ചയോടെ എത്തണേ, നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാനുള്ളതാ. എന്താ മുഖം വാടിയിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മ. എന്നാ പോയിട്ട് വാ. ദാ അമ്മേ. കൊള്ളാലോ, വന്ന് കയറുമ്പോഴേക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയോ? അച്ഛമ്മ ഓട്ടയെ വന്നിറങ്ങുന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞതാ. നശീലം പിടിച്ച ആ തള്ള വന്നിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? എനിക്കറിയാം. നോക്കമ്മേ, ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ? നിന്റെ ഉള്ളില് നീ അങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാവുക. എനിക്കറിഞ്ഞൂടെ നിന്നെ. എന്നാ അച്ഛമ്മ ഇങ്ങ് സഹിച്ചു. ഓടി. നിന്റെ ബിസിനസ് എങ്ങനെ? നന്നായി പോണില്ലേ? ഓ അച്ഛമ്മേ, വാടകയ്ക്കൊരു മുറിയെടുത്ത് വിശാലാക്കിയാലോ എന്ന് ആലോചനയുണ്ട്. അത് നന്നായി. സുധാരൻ പറമ്പിലാവുമല്ലേ? അല്ലമ്മേ, അകത്തുണ്ട്. പനിയായിട്ട് കിടക്കുക. നല്ലൊരു ദിവസമായിട്ട് അവന് വയ്യണ്ടായോ? ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ശ്രീജയ്, ഇതൊന്നും അവിടേക്ക് വെക്കേ. ശരി അച്ഛമ്മേ. ശ്രീനിയേട്ട, പാർട്ടി ഓഫീസിൽ നിന്ന്. ഹലോ, ശ്രീനിയാണ്, പറഞ്ഞോളൂ. എപ്പോ? അതെയോ? അങ്ങനെ ഒരു പരാതി നിലനിൽക്കുവോ? ശരി ശരി, ഞാൻ വക്കീലിനെ വിളിച്ചോളാം. എന്ത് ശ്രീനിയേട്ട? അവളെ പുതിയ കേസ്. ആരുടെ? വേറെ ആരുടെ? വേദ തന്നെ. ഞാൻ പോവാണമ്മേ. ഇവിടുത്തെ എന്റെ ജീവിതം അവസാനിച്ചു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? ശ്രീനിവാസൻ സാറിന്റെ പേര് അവളൊരു മറയായിട്ട് ഉപയോഗിക്കുക. ഞാനൊന്ന് മലയ്ക്ക് വിട്ട് തിരിച്ചു വരട്ടെ. ഇതിനൊരു പരിഹാരം അപ്പൊ കാണാം. പക്ഷേ അപ്പോഴേക്കും അപ്പോഴേക്കും വേദാ